എന്തോ ഒരു കാര്യം കാത്തിരിക്കുകയല്ലേ. ഇവിടെ നിന്നൊന്നും അനങ്ങുന്നില്ലല്ലോ കർത്താവേ, ഇവിടെ സ്റ്റില്ലായി പോയല്ലോ ഈശോയെ എന്ന് വിചാരിച്ചിരിക്കുകയല്ലേ. അടുത്ത ചുവട് വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആവതില്ലാതെ കേണ് പ്രാർത്ഥിക്കുന്ന നേരമല്ലേ ഈ നേരത്ത് ഓർക്കേണ്ടത്, വെയിറ്റിംഗ് ഇസ് നോട്ട് എ ടൈം ഫോർ ഡിസപ്പോയിന്റ്മെന്റ്. കാത്തിരിപ്പിന്റെ നേരം നിരാശയുടെ നേരമല്ല. ഇസ്രായേൽ പഠിപ്പിക്കുന്നു, വെയിറ്റിംഗ് ഇസ് ഹോളി ആൻഡ് വെയിറ്റിംഗ് ഇസ് വർഷിപ്പ്. കാത്തിരിപ്പ് വിശുദ്ധമാണ്, കാത്തിരിപ്പ് ആരാധനയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഓൾ അബൌട്ട് എ ജേർണി. ക്രിസ്തീയ ജീവിതം യാത്രയാണ്. ഈ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് യാത്രയ്ക്ക് സൗന്ദര്യമുള്ളത്. നമ്മുടെ വേഗതയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, ദൈവത്തിന്റെ വേഗതയിലാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദ്രുതഗതിയുണ്ട്, നാളെ ആ കാര്യം നടക്കണം. അങ്ങനല്ല, ദൈവത്തിന് മറ്റൊരു വേഗതയുണ്ട്. നമ്മൾ പലപ്പോഴും തീരുമാനിക്കുന്നത്, ചേട്ടാ ഇതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നാളെയും കൂടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ, നാളെ അടുത്ത പരിപാടിക്ക് ഇറങ്ങായിരുന്നല്ലോ. സംടൈംസ് ക്ലൗഡ് വെയിറ്റ്സ്. മേഘം കാത്തിരിക്കുക അനങ്ങാതെ. എന്തിനറിയാമോ? ടു ഹീൽ. മുറിവുണങ്ങാനുള്ള സമയമാണ്. ടു പ്രിപ്പയർ. ഒരുങ്ങാനുള്ള സമയമാണ്. ടു സ്ട്രെങ്തൻ. ബലം, ശക്തി ആർജിക്കാനുള്ള സമയമാണ്. കർത്താവ് നമ്മളോട് നിശ്ചലരായിരിക്കാൻ പറയുന്ന നേരം. മുറിവുണക്കാൻ, ശക്തി സ്വീകരിക്കാൻ, ഒരുങ്ങാനൊക്കെയുള്ള സമയമാണ്. ഈ ചില ഇടങ്ങളിലെ കംഫർട്ടുകളിൽ നമ്മൾ ഉടക്കിക്കിടക്കരുത്. നമ്മൾ അവിടത്തേക്കുള്ളവരല്ല, നമ്മൾ ഈ മരുഭൂമിക്കുള്ളവരല്ല, നമ്മൾ വാഗ്ദാന ദേശത്തുള്ളവർ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓർത്തേക്കണേ, നമ്മൾ ഇവിടത്തേക്കുള്ളവരല്ല, നമ്മൾ കർത്താവിന്റെ വാഗ്ദാനത്തിനുള്ളവരാണ്. ഏതാണത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ചില നേരത്ത് മേഘം ഉയർന്നിട്ട് നടക്കണമെന്ന് പറയുമ്പോൾ ഓർത്തേക്കണം, നമ്മുടെ ലക്ഷ്യം ഇതല്ല. അതുകൊണ്ടാണ് ഇവിടെ കംഫർട്ടബിൾ ആകരുത് നമ്മൾ. ഗോഡ്സ് പ്രസന്റ് ഈസ് കോൺസ്റ്റന്റ്. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. ചിലപ്പോൾ നീ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ, ചിലപ്പോൾ അത് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു മേഘമായി അവൻ നമ്മളെ പൊതിയുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ഗോഡ് ലീഡ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ദൈവം നമ്മളെ നയിക്കുന്നത് ഓരോ ചുവടാണ്, ഓരോ ചുവട്. നിങ്ങൾ തിരക്ക് പിടിക്കരുത്. ഒറ്റയടിക്ക് കാനന്തശത്തേക്ക് ചെന്ന് കയറാമെന്ന് വിചാരിക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി, ഇന്നലത്തതിലും ഞാൻ ഇന്ന് മെച്ചമാണ്. കാരണം കർത്താവ് എന്നെ ഓരോ ചുവട് വെച്ചാണ് നടത്തുന്നത്. നാളെ എത്ര ദൂരമുണ്ട്, നാളത്തെ ചലഞ്ചസ് എന്തൊക്കെയാണ്, നാളെ എവിടെയാണ് ക്യാമ്പ് ചെയ്യേണ്ടത്, ഒന്നും നമുക്കറിയില്ല. കർത്താവിന്റെ പരിപാലനയിൽ യു വിൽ ബി ഗൈഡഡ് അണ്ടർ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരിപാലനയുടെ കീഴെ നീ നയിക്കപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട ഗൈഡിങ് ഫാക്ടർ എന്നറിയാമോ? നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഒബീഡിയൻസ്. അനുസരണത്തേലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. പൂർണ്ണമായ അനുസരണം. ഇവിടെ കംഫർട്ട്, എൻ്റെ സൗകര്യം, എൻ്റെ മെച്ചമല്ല. അനുസരണത്തേൽ കർത്താവ് നമ്മളെ നയിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസിക് സ്വഭാവമാണ് ദൈവത്തോടുള്ള അനുസരണമെന്ന് തിരിച്ചറിയണം.